ബ്രിട്ടനെ ആകെ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു 2023 ഓഗസ്റ്റ് 10 പുറത്തു വന്നത്. 10 വയസ്സുകാരിയായ സാറ ഷെരീഫ് എന്ന കുട്ടിയെ അവളുടെ വീട്ടിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത. പോലീസ് ആ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ വീട്ടിലുണ്ടായിരുന്നവരൊക്കെയും അപ്പോഴേക്കും നാടുവിട്ടു കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ മരണമടഞ്ഞ സാറയുടെ പിതാവ് ഇർഫാൻ ഷെരീഫ് പാകിസ്ഥാനിലെത്തി ബ്രിട്ടീഷ് പോലീസിന് ഫോൺ ചെയ്ത് അറിയിക്കുമ്പോഴാണ് സാറയിലെ ദുരൂഹ മരണത്തെക്കുറിച്ച് പോലീസ് അറിയുന്നത്. അതേ വീട്ടിൽ താമസിച്ചിരുന്ന ഷെരീഫിന്റെ കാമുകി 30-കാരിയായ ബെയ്നാഷ് ബാത്തോളും 29-കാരനായ സഹോദരൻ ഫൈസൽ മാലിക്കും അപ്പോഴേക്കും ഷെരീഫിനും മറ്റ് 5 കുട്ടികൾക്കുമൊപ്പം പാകിസ്ഥാനിൽ എത്തിയിരുന്നു. പിഞ്ചുകുഞ്ഞിനെ അതിദാരുണമായി കൊന്നതിനു ശേഷം ഓഗസ്റ്റ് 9 പാകിസ്ഥാനിലേക്ക് ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനം കയറുമ്പോൾ പാകിസ്ഥാനുമായി കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ ബ്രിട്ടൻ ഇല്ല എന്നവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. തങ്ങൾക്ക് 3 പേർക്കും കൂടെയുള്ള 5 കുട്ടികൾക്കുമായി 1180 പൗണ്ട് മുടക്കിയാണ് അവർ വിമാന ടിക്കറ്റ് എടുത്തത്. കാർ ഓൺ പൊസിഷനിൽ തന്നെ ഹീത്രൂ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 3-ലെ കാർ പാർക്കിൽ ഉപേക്ഷിച്ചാണ് അവർ വിമാനത്തിൽ കയറിയത്. പാകിസ്ഥാന്റെ മണ്ണിൽ കുറ്റകൃത്യമൊന്നും ചെയ്യാത്തതിനാൽ ബ്രിട്ടീഷ് നിയമത്തിന് അവരെ പിടികൂടാനാവില്ല എന്നായിരുന്നു അവർ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കും പാകിസ്ഥാനിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഷെരീഫ് സാറെ പോലീസിനെ വിളിച്ച് കൊലപാതക വിവരം അറിയിക്കുന്നതും. വീടിന്റെ മേൽവിലാസം നൽകുകയും ചെയ്തു. എന്നാൽ താൻ എവിടെയാണെന്ന വിവരം മാത്രം അയാൾ പോലീസിനോട് പറഞ്ഞില്ല. 5 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളും ഫ്ലൈറ്റ് റെക്കോർഡുകളും പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ പാകിസ്ഥാനിൽ ഉണ്ടെന്ന് ബ്രിട്ടീഷ് പോലീസിന് മനസ്സിലായത്. തുടർന്ന് അവർ പാകിസ്ഥാനിൽ പോലീസുമായി ബന്ധപ്പെട്ടു. ഓഗസ്റ്റ് 15 പാകിസ്ഥാനിലെ ഠലം ജില്ലാ പോലീസ് ഓഫീസർ നസീർ മഹ്മൂദ് ബജ്വായ്ക്ക് തന്റെ മേലധികാരികൾ വഴി ഇന്റർപോളിന്റെ അപേക്ഷ ലഭിച്ചു. കൊലപാതക കേസിൽ സംശയിക്കപ്പെടുന്ന ഷെരീഫിനെയും കൂട്ടരെയും കുറിച്ച് അന്വേഷിക്കണമെന്നായിരുന്നു അത്. 24 മണിക്കൂർ കഴിയും മുൻപ് തന്നെ അവർക്കൊപ്പമുള്ള കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന അപേക്ഷയും അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്ന് ഠലം നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഷെരീഫിന്റെ പിതാവ് മുഹമ്മദ് ഷെരീഫിന്റെ വീട്ടിലേക്ക് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ചു. എന്നാൽ വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ഷെരീഫും അദ്ദേഹത്തിന്റെ മറ്റൊരു മകനും പോലീസുകാരോട് പറഞ്ഞത് 2010 മുതൽ തങ്ങൾ ഷെരീഫിനെ കണ്ടിട്ടില്ല എന്നായിരുന്നു. 30 മൈൽ ദൂരെയുള്ള മിർപൂരിൽ ബാത്തൂളിന്റെ കുടുംബത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ അറിയിച്ചു. ബന്ധുവീടുകൾ അരിച്ചുപറിക്കിയുള്ള അന്വേഷണം പക്ഷേ എവിടെയും എത്തിയില്ല. പിന്നീട് വേഷപ്രശ്നരായി രഹസ്യ പോലീസിനെ ഇറക്കിയ അന്വേഷണം തുടർന്നു. അതിലൊരാൾ ഷെരീഫിന്റെ വീടിന് മുന്നിലെ ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ കയറി. മുടിവെട്ടുന്നതിനിടയിലുള്ള സംഭാഷണത്തിനിടെ അയാൾ ഷെരീഫിന്റെ വിവരങ്ങൾ ബാർബറോട് തിരക്കി. 2 ദിവസം മുമ്പ് ഷെരീഫ് അവിടെ വന്നിരുന്നുവെന്ന് ബാർബർ പറഞ്ഞു. അതൊരു പിടിവള്ളിയായിരുന്നു. പിന്നീട് വ്യാപകമായ CCTV പരിശോധനകൾ. അങ്ങനെയാണ് ഇയാളുടെ അമ്മാവൻ വിമാനത്താവളത്തിൽ ഇയാളെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഒടുവിൽ പ്രതി പിടിയിലാവുകയും ചെയ്തു.